നമസ്കാരം. അപ്പോൾ ഇന്ന് 10th മെയിൻസ് ടൈം ടേബിൾ ഡേ 7 ആണ്. ഇന്നത്തെ പോർഷൻ എല്ലാവരും പഠിച്ച സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് പരീക്ഷ എഴുതി നോക്കാം. എല്ലാ ദിവസവും നിങ്ങൾ നിർബന്ധമായിട്ടും പരീക്ഷ അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ എന്തായാലും പഠിച്ച ചോദ്യങ്ങൾ, പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനും ഏതൊക്കെ പോർഷനാണ് ഇനി ഒന്നുകൂടെ നോക്കേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മാത്രം പോരാ, പരീക്ഷ എഴുതി തന്നെ ശീലിച്ചാലേ സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ പരീക്ഷയിലേക്ക് പോവാം. ഇന്നത്തെ കട്ട് ഓഫ് 13 മാർക്കാണ്. 15 ചോദ്യങ്ങളുണ്ട്. 13 മാർക്കാണ് കട്ട് ഓഫ് കടക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതാം. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് പരീക്ഷയിലേക്ക് പോവാം. ടെൻത്ത് മെയിൻസ് ഡേ 7 എക്സാം. ഇന്നേ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത ടോപ്പിക് തന്നത്, അതായത് കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ടായിരുന്ന ടോപ്പിക്സിൽ ഇന്ന് പഠിക്കേണ്ടിയിരുന്നത് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. അപ്പൊ നമ്മൾ ടെലഗ്രാം ചാനലിൽ നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, അതും കുറച്ചു ഭാഗം മാത്രം. ഇത്രയാണ് പഠിക്കാൻ വേണ്ടി തന്നത്. ബാക്കി ടോപ്പിക്സ് നാളത്തേക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇന്ന് ഈ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം തുടക്കം വരെയുള്ള കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ കറണ്ട് അഫയേഴ്സ്, രാവിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് രാവിലെ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാ. പിന്നെ 5th സ്റ്റാൻഡേർഡ് SCRT സയൻസ് ചാപ്റ്റർ 3, ചെറിയൊരു ചാപ്റ്റർ. ഇത്രയാണ് ഇന്ന് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ഇന്ന് പഠിച്ചു എന്ന് എക്സാം എഴുതി നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? ആദ്യത്തേത് വേലുക്കുട്ടി അരയവംശ പരിപാലന യോഗം. 2 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം. 3 വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. 4 വൈകുണ്ഠസ്വാമികൾ ശൈവപ്രകാശ സഭ. ശരിയായി ചേരുന്നത് ഓപ്ഷൻ ഇന്ന് നോക്കി എഴുതുക. 2 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? അഞ്ചുതെങ്ങ് കലാപം, പഴശ്ശി കലാപം, ആറ്റിങ്ങൽ കലാപം, കുരിശ്യ കലാപം. 3 പൈശി രാജയെന്നും കൊട്ടിയോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് ആരാണ്? പഴശ്ശിരാജ, മാർത്താണ്ഡവർമ്മ, ശ്രീ ചിത്തിര തിരുനാൾ, ഉത്രം തിരുനാൾ. 4 കുണ്ടറ വിളംബരം നടന്നത് എന്ന്? ഓപ്ഷൻസ് ഇന്ന് ഉത്തരം എഴുതാം. 5 മലബാർ ജില്ലാ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് തന്നേക്കുന്നത്. ആദ്യത്തേത് 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാടാണ്. രണ്ടാമത്തേത് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷ ആനി ബസന്റ് ആയിരുന്നു. മൂന്നാമത്തേത് ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച സമ്മേളനം നടന്നത് പയ്യന്നൂരാണ്. നാലാമത്തേത് 1920 മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് പയ്യന്നൂരിലാണ്. അപ്പൊ ഇതിലെ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 6 താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. 7 ആരാണ് ബാലസമുദായ പരിഷ്കാരണി സഭ ആരംഭിച്ചത്? വാഗ്ഭടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, പണ്ഡിറ്റ് KP കറുപ്പൻ, വൈകുണ്ഠ സ്വാമികൾ. 8 പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത്? സുതാര്യ വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ, ഇവയൊന്നുമല്ല. 9 2022 ISROയുടെ ആദ്യ വിക്ഷേപണം ഏത്? റിസാറ്റ് 1A, ആമസോണിയ 1, റിസാറ്റ് 2B, ആദിത്യ L1. 10 ISROയുടെ നേതൃത്വത്തിൽ വിക്ഷേപിച്ച ആമസോണിയ 1 ഏത് രാജ്യത്തിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്? അമേരിക്ക, ബ്രസീൽ, ഇറ്റലി, ഫ്രാൻസ്. 11 EOS 04 സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. വിക്ഷേപണ വാഹനം PSLV C-52, കോവിഡിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 50ാമത്തെ വിക്ഷേപണ വാഹന ദൗത്യം,
കൃഷി, വനം, തോട്ടം തുടങ്ങിയവയ്ക്കായി ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ എടുക്കുന്ന റഡാർ ഇമേജിംഗ് ഉപഗ്രഹം. അപ്പൊ ഇതില് തെറ്റായത് കണ്ടെത്താനാ പറഞ്ഞേക്കുന്നത്. 12. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്ന്. ഓപ്ഷൻ നോക്കാം, ഉത്തരം എഴുതാം. 13. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ്? ആയില്യം തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ, ഉത്തരം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ. 14. താഴെ പറയുന്നവരിൽ ആരാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്? G.P. പിള്ള, ഡോക്ടർ പൽപ്പു, K.P. കേശവമേനോൻ, T.K. മാധവൻ. 15. താഴെ പറയുന്നവരിൽ നിന്നും ഈഴവ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണെന്ന് കണ്ടെത്തുക. ഡോക്ടർ പൽപ്പു, വേലുക്കുട്ടി അരയൻ, അയ്യത്താൻ ഗോപാലൻ, T.K. മാധവൻ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ആൻസേഴ്സ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? ആദ്യത്തെ ജോഡി ശരിയാ, വേലുക്കുട്ടി അരയൻ അരയ വംശ പരിപാലന യോഗം. രണ്ടാമത്തേത് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ശരിയാണ്. ഇവിടെ തെറ്റിപ്പോയത് വൈകുണ്ഠ സ്വാമികൾ ശൈവപ്രകാശ സഭയാണ്. ഇവിടെ തെറ്റിപ്പോയത് നാലാമത്തേതാ, വൈകുണ്ഠ സ്വാമികൾ അല്ല ശൈവപ്രകാശ സഭ ആരംഭിച്ചത്. ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യ. അപ്പൊ 1, 2, 3 മാത്രമാണ് ശരി. എ ആണ് ഉത്തരം. 2. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? സി ആറ്റിങ്ങൽ കലാപം. 3. പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് ആരാണ്? എ പഴശ്ശി രാജ. 4. കുണ്ടറ വിളംബരം നടന്നത് എന്ന്. സി 1809 ജനുവരി മാസം 11-ാം തീയതിയാണ്. 5. മലബാർ ജില്ലാ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഡി ആണ്. 1920 മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് മഞ്ചേരിയിലാണ്. പയ്യന്നൂർ എന്ന് തന്നേക്കുന്നത്, അത് തെറ്റാ. 6. താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി ഏത്? ബി ആണ്. അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആരുടേതാണ്? അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റേതാ. മൗലാന അബുൽ കലാം ആസാദിന്റേത് അൽ ഹിലാൽ എന്ന പത്രമാണ്. അൽ ഹിലാൽ. 7. ബാലസമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത് ആര്? സി പണ്ഡിറ്റ് K.P. കറുപ്പൻ. 8. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത്. എ സുതാര്യ വസ്തുക്കൾ. 9. 2022 ISROയുടെ ആദ്യ വിക്ഷേപണം ഏതാ? എ റിസാറ്റ് 1A അല്ലെങ്കിൽ EOS 04 ആണ്. ISROയുടെ നേതൃത്വത്തിൽ വിക്ഷേപിച്ച ആമസോണിയ 1 ഏത് രാജ്യത്തിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്? ബി ബ്രസീൽ. 11. EOS 04നെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. EOS 04 റിസാറ്റ് 1A സംബന്ധിച്ച തെറ്റായ പ്രസ്താവന സി ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 50-ാമത്തേതല്ല 80-ാമത്തെ വിക്ഷേപണ വാഹന ദൗത്യമായിരുന്നു ഇത്. വിക്ഷേപണ വാഹനം PSLV C-52, കോവിഡിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം. പിന്നെ കൃഷി, വനം, തോട്ടം തുടങ്ങിയവയ്ക്കായി ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ എടുക്കുന്ന റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് EOS 04. 12. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്ന്. കൊച്ചിയില് 1947 ഡിസംബർ മാസം 20-ാം തീയതിയാണ്. 13. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആര്? സി ഉത്രം തിരുനാൾ. 14. താഴെ പറയുന്നവരിൽ ആരാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്? എ G.P. പിള്ള. 15. താഴെ പറയുന്നവരിൽ നിന്നും ഈഴവ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണെന്ന് കണ്ടെത്തുക. T.K. മാധവനാണ്. ഡി. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ആണെങ്കിൽ ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ അസോസിയേഷൻ ആണെങ്കിൽ T.K. മാധവൻ. അപ്പോൾ 15 ചോദ്യം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുക. പിന്നെ നാളത്തെ കാര്യം, നാളെയും ഈ ഡേ 7 തന്നെ ആയിരിക്കും. ഡേ 7
നമ്മൾ ഈ കേരള ഹിസ്റ്ററിയിലെ ഫ്രം സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് മുതൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി വരെയുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ആകെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റും അതുപോലെ ദേശീയ പ്രസ്ഥാനം കേരളത്തിലെ നാഷണൽ മൂവ്മെന്റിന്റെ തുടക്കം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബാക്കി നാളെ ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. പിന്നെ ഇന്ന് തന്ന SCRTയും കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ഇനി പര്യായം ഒക്കെ നാളെ ആയിരിക്കും വരുന്നത്. കറണ്ട് അഫയേഴ്സും കാണും. അപ്പോൾ നാളത്തെ ടോപ്പിക്സ് ടെലഗ്രാമിൽ തരാം. എന്തായാലും ടെലഗ്രാമിൽ മസ്റ്റ് ആയിട്ടും നമ്മുടെ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജോയിൻ ചെയ്തേക്കാം. ടെലഗ്രാമിലായിരിക്കും എല്ലാ ഗൈഡൻസും സ്റ്റഡി മെറ്റീരിയൽസും ടൈം ഷെഡ്യൂളും എല്ലാം ഇടുന്നത്. ജോയിൻ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തേക്കാം. വീണ്ടും കാണാം. താങ്ക്